ഗൂഗിൾ പിക്സൽ എടുക്കാനാണ് താല്പര്യം, എന്നാൽ അത് ഇന്ത്യയിൽ സർവീസ് ചെയ്യാൻ പറ്റുമോ, എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടായിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, ഔട്ട് ഓഫ് വാറണ്ടിയിൽ ഇതിൻ്റെ സർവീസ് കോസ്റ്റുകൾ എങ്ങനെയൊക്കെയാണ്, ഇങ്ങനെയുള്ള ഒത്തിരി ചോദ്യങ്ങൾ ഗൂഗിൾ പിക്സൽ ഡിവൈസുകളുമായി ബന്ധപ്പെട്ട ആളുകൾക്കുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ചില ചോദ്യങ്ങൾ ഈ വീഡിയോയിൽ അഡ്രസ്സ് ചെയ്യാൻ ഞാൻ ശ്രമിക്കുകയാണ്. സർവീസിൻ്റെ കാര്യത്തിൽ കുറച്ച് ഡൗട്ടൊക്കെ ഉണ്ടെങ്കിലും പല ആളുകളും അല്പം റിസ്ക് ഒക്കെ എടുത്ത് പിക്സൽ സ്മാർട്ട് ഫോൺ പർച്ചേസ് ചെയ്യുന്നത് അതിൻ്റെ ക്യാമറ ക്വാളിറ്റി കാരണമാണ്. നമ്മുടെ ഒരു സുഹൃത്തും ആളൊരു ഫോട്ടോഗ്രാഫറാണ്. ഈ പിക്സലിൻ്റെ ക്യാമറ പെർഫോമൻസ് കണ്ട് ഒരു പിക്സൽ 7 സ്മാർട്ട് ഫോൺ പർച്ചേസ് ചെയ്തു. വാറണ്ടി പീരീഡ് കഴിയുന്നവരെ പുള്ളിക്കാരുടെ കയ്യിൽ നിന്ന് താഴെ വീഴുമോ വേറെ പ്രശ്നങ്ങളുണ്ടാവുമോ ഒന്നും ചെയ്തില്ല. പക്ഷേ വാറണ്ടി പീരീഡ് കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴേക്കും ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് ഈ സ്മാർട്ട് ഫോൺ താഴെ പോയിന്നേ. എന്നാ ചെയ്യാൻ, അത് റിപ്പയർ ചെയ്യാതെ വേറെ ഓപ്ഷൻ ഇല്ലാത്ത അവസ്ഥയിലെത്തി. കാരണം ഡിസ്പ്ലേ മൊത്തം തന്നെ പോയി, ചെറിയൊരു ഡെൻ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ ഇരിക്കുമ്പോഴാണ് നമ്മൾ ഔട്ട് ഓഫ് വാറണ്ടിയിൽ ഇതെങ്ങനെ ഫിക്സ് ചെയ്യാം എന്നുള്ള ചോദ്യത്തെക്കുറിച്ച് ചിന്തിക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യമേ ഗൂഗിളിലോട്ട് പോകുന്നതിന് മുന്നേ കുറച്ച് തേർഡ് പാർട്ടി വെൻഡേഴ്സ് വഴി ഇത് ചെയ്യാൻ നോക്കി. അപ്പോൾ അവിടെയൊക്കെ കത്തി റേറ്റാണ് ഡിസ്പ്ലേക്കൊക്കെ പറയുന്നത്. ഒരിടത്ത് ചെന്നപ്പോൾ 19,000 രൂപയാണ് ഇത് ഫിക്സ് ചെയ്യാൻ ചോദിച്ചത്. അതായത് ഫോണിൻ്റെ വിലയുടെ ഒരു നല്ല ശതമാനം തുക. അപ്പോൾ എന്തായാലും അത് നടപടിയാവില്ല. അപ്പോൾ ഗൂഗിളിനെ കോൺടാക്റ്റ് ചെയ്തു. ഗൂഗിളിൻ്റെ സർവീസ് എന്നൊക്കെ പറഞ്ഞുണ്ടല്ലോ, അടിപൊളിയായിരുന്നു. പെട്ടെന്ന് തന്നെ നമുക്ക് കേരളത്തിൽ കോൺടാക്റ്റ് ചെയ്യാനായിട്ടുള്ള ഒരു അഡ്രസ്സ് കിട്ടി. 2 അഡ്രസ്സുകൾ കിട്ടി. ഒന്ന് ട്രിവാൻഡ്രവും മറ്റൊന്ന് എറണാകുളമായിരുന്നു. അപ്പോൾ എറണാകുളമായിരുന്നു നമുക്ക് കൂടുതൽ അടുത്ത ലൊക്കേഷൻ. എറണാകുളത്തുള്ള F1 സൊല്യൂഷൻസ് എന്ന് പറയുന്ന ഒരു വെണ്ടറിൻ്റെ ഡീറ്റെയിൽസാണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ അവരെ കോൺടാക്റ്റ് ചെയ്തു. അവർ ഫോൺ കൊണ്ടുവരാൻ പറഞ്ഞു. ആ ഇഷ്യൂ അസസ് ചെയ്തു. അപ്പോൾ ഇതിനൊക്കെ അവരുടെ ഒരു സർവീസ് ചാർജ് ഉണ്ട്. 850 റുപ്പീസാണ് നമ്മുടെ അടുത്തുനിന്ന് മേടിക്കുന്നത്. അപ്പോൾ അതിനുശേഷം ഫോൺ നോയിഡയിലേക്കാണ് അയച്ചു കൊടുത്തത്. കേരളത്തിൽ ഈ ഡിവൈസുകൾ സർവീസ് ചെയ്തില്ല. അപ്പോൾ അവിടുത്തെ ടെക്നീഷ്യൻസ് നമ്മളോടൊരു കാര്യം കൂടെ പറഞ്ഞിരുന്നു. കുറച്ച് നാൾ മുമ്പ് വരെയും എന്താ ഇങ്ങനെ ഈ ഔട്ട് ഓഫ് വാറണ്ടി കേസുകൾ സംഭവിച്ചുകൊണ്ടിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എവിടെയാണോ റിപ്പയർ ആവശ്യമുള്ളത് ആ ഒരു പാർട്ടിൻ്റെ എമൗണ്ട് അവരുടെ കയ്യിൽ നിന്ന് ഈടാക്കിയിട്ട് ഒരു പുതിയ ഫോൺ തന്നെ ആണ് കസ്റ്റമറിന് കൊടുത്തുകൊണ്ടിരുന്നത്. എന്നാൽ ഇപ്പോൾ അതിനൊരു ചെറിയ മാറ്റമുണ്ട്. നമ്മുടെ ഈ ഫ്രണ്ടിൻ്റെ കയ്യിൽ നിന്ന് ഫോൺ അവർ ജോബ് ഷീറ്റൊക്കെ തന്ന് ആക്സെപ്റ്റ് ചെയ്തു. അതിനുശേഷം 22 ഡേയ്സ് എടുത്തു. പക്ഷേ ഫോൺ റിപ്പയർ ചെയ്ത് നല്ല അടിപൊളിയായിട്ട് നമ്മുടെ കയ്യിൽ കിട്ടി. അതിൽ എമൗണ്ടാണ് ഞങ്ങൾക്ക് ഒത്തിരി ഹാപ്പി ആയിട്ടുള്ളൊരു കാര്യമായിട്ട് തോന്നിയത്. 7,237 രൂപ മാത്രമാണ് എക്സ്ട്രാ ആയിട്ടുള്ളൂ. 7,000 രൂപയോ എന്ന് ചിലരെങ്കിലും ചിന്തിക്കുന്നുണ്ടാകും. പക്ഷേ ഇതൊരു ഫ്ലാഗ്ഷിപ്പ് സ്മാർട്ട് ഫോണാണ്. ഓഫ് കോഴ്സ് ഇതിൻ്റെ പാർട്സിനും നല്ല പ്രൈസ് ഉള്ളത് തന്നെയാണ്. എന്തായാലും ഒരു റീസണബിൾ റേറ്റിൽ നമുക്കിത് നന്നാക്കി കിട്ടി. ശരിയാണ്, 22 ഡേയ്സ് ഇച്ചിരി കൂടുതലായിട്ട് തോന്നി. പക്ഷേ ഈ ഒരു ഡിവൈസ് നമ്മുടെ ഇവിടെ ലോക്കലി അല്ല സെറ്റ് ചെയ്യുന്നത്. അത് നോയിഡയിലോട്ട് പോയിട്ട് അവിടുന്ന് അത് ഫിക്സ് ചെയ്ത് വീണ്ടും വരണം. അപ്പോൾ അതിൻ്റെ ഒരു ഡിലേ ടൈമാണ് നമുക്ക് ഇത്രയും സമയം എടുത്തത്. പക്ഷേ ഓവറോൾ സർവീസ് ക്വാളിറ്റിയും അതുപോലെ ഫോളോ അപ്പും ഒക്കെ അടിപൊളിയായിരുന്നു. ഔട്ട് ഓഫ് വാറണ്ടിയിലും ഗൂഗിൾ ഡിവൈസുകൾ സർവീസ് ചെയ്യാൻ പറ്റും എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. അപ്പോൾ ഒരു ഇൻഫർമേഷൻ നിങ്ങളോട്ട് ഷെയർ ചെയ്യണമെന്നുണ്ടായിരുന്നു. അപ്പോൾ പിക്സൽ സ്മാർട്ട് ഫോൺ നിങ്ങൾ പർച്ചേസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഉള്ള ഇന്ത്യയിലെ സർവീസ് അവരിപ്പോൾ ഇച്ചിരിയുടെ ഡെവലപ്പ് ആക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് സ്പെസിഫിക്കലി ഇതിനെക്കുറിച്ച് ചോദിക്കാനുണ്ടെങ്കിൽ നിങ്ങളുടെ ഡൗട്ട്സ് കമൻസ് ആയിട്ട് എഴുതുക. ഞാൻ എൻ്റെ ഫ്രണ്ടുമായിട്ട് കൺസൾട്ട് ചെയ്ത് പരമാവധി ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാം. അപ്പോൾ ഒരു പുതിയ വീഡിയോ ആയിട്ട് നിങ്ങളോട്ട് എത്തുന്നവരെ നിങ്ങളുടെ സ്വന്തം ചങ്ങായി ഹാരിസ് സൈനിങ് ഓഫ് നൗ.